ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനെക്കുറിച്ചാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കീബോർഡിൽ മുകളിലായിട്ട് പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനുള്ള ഭാഗം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ള ബട്ടൺ നമ്മുടെ കീബോർഡിൽ ഏറ്റവും മുകളിലെ വരിയായിട്ട് ഫങ്ഷൻ കീസ് ഉണ്ടാവും. ഫങ്ഷൻ കീസ് 1 മുതൽ 12 വരെയാണ് എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവുക. അതിനുശേഷം പ്രിൻ്റ് സ്ക്രീൻ എന്നോ അല്ലെങ്കിൽ PRTSCR എന്നോ ഒക്കെ എഴുതിയ തരത്തിൽ കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ എന്താണുള്ളത് അതിൻ്റെ ഒരു ഇമേജ് സേവ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഇവിടെ പഠന മികവ് രേഖയിൽ 8ാം ക്ലാസ്സിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ ഉപയോഗിച്ച് സ്ക്രീൻ പ്രിൻ്റ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അതൊരു ശബ്ദത്തോടു കൂടി അത് സേവ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ എടുത്ത സ്ക്രീൻഷോട്ട് ഫയലുകൾ, ചിത്ര ഫയലുകൾ പിക്ചർ എന്നുള്ള ഫോൾഡറിലാണ് സേവ് ആയിട്ടുണ്ടാവുക. അത് തുറന്ന് നോക്കിയാൽ നമുക്ക് ആ ഫയൽ ലഭിക്കുന്നതാണ്. ഞാൻ പ്ലേസിലെ പിക്ചർ എന്നുള്ള ഫോൾഡർ തുറക്കുന്നു. കമ്പ്യൂട്ടർ തന്നെ അതിനൊരു പേര് നൽകി ചിത്രമായി ഫയൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത നമ്മുടെ ഫയൽ. ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനെ നമുക്കൊരു ചിത്രമാക്കി മാറ്റാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നിശ്ചിത സ്ഥലം മാത്രം അല്ലെങ്കിൽ നിശ്ചിത വിൻഡോ മാത്രം എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും വരുന്നതാണ്. തുടർന്ന് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വിൻഡോ തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ കീ പ്രസ് ചെയ്തപ്പോൾ സ്ക്രീനിൻ്റെ മുഴുവൻ ഭാഗമാണ് ചിത്രമായി വന്നിട്ടുള്ളത്. നമുക്ക് തുറന്നു വെച്ച ഒരു ജാലകം മാത്രം ചിത്രമായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നിശ്ചിത ഏരിയ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ചിത്രം എടുക്കാണ്. ഇത്തരം കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിനുവേണ്ടി ആപ്ലിക്കേഷനിലെ ആക്സസറീസിലെ സ്ക്രീൻഷോട്ട് എന്നുള്ള സോഫ്റ്റ്വെയർ തുറക്കുക. ഇതിൽ 3 തരത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ഗ്രാബ് ദി ഹോൾ സ്ക്രീൻ എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് പ്രസ് ചെയ്താൽ നമ്മളെ സ്ക്രീനിൻ്റെ മുഴുവൻ ഭാഗവും നേരത്തെ കീബോർഡിലെ കീ പ്രസ് ചെയ്തപ്പോൾ എങ്ങനെയാണോ സ്ക്രീൻഷോട്ട് ലഭ്യമായത് അതേ തരത്തിലുള്ള സ്ക്രീൻ നമുക്ക് ലഭ്യമാവും. ഇത് സേവ് ചെയ്യേണ്ടത് എവിടെയെന്നും മറ്റു കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതാണ്. നമുക്ക് പേര് നൽകിയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഫോൾഡർ ഒക്കെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാവുന്നതുമാണ്. ആക്സസറീസിലെ സ്ക്രീൻഷോട്ട്, ഇതിൽ തന്നെ 2ാമത്തെ ഓപ്ഷൻ ഗ്രാബ് ദി കറൻറ്റ് വിൻഡോ എന്നുള്ളതാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ആ വിൻഡോ മാത്രം ചിത്രമായിട്ട് ലഭിക്കുന്നതാണ്. അത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്ക്രീനിലെ ഒരു നിശ്ചിത ഏരിയ കൃത്യമായി സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അതാണ് സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന് കാണിച്ചിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൗസ് പോയിൻ്റർ എൻ്റെ രീതി മാറിയിട്ടുള്ള ഒരു പ്ലസ് ചിഹ്നം വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഈ പ്രവർത്തനത്തിൽ ഈ ചിത്രം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ മൗസ് പോയിൻ്റർ മാറിയതിന് ശേഷം നമുക്ക് എടുക്കേണ്ട ഏരിയ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക് വരക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇങ്ങനെ കൃത്യമായ ഏരിയ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മൗസിൻ്റെ ക്ലിക്ക് വിടുന്നതോടുകൂടി നമ്മുടെ ചിത്രത്തിൻ്റെ സ്ക്രീൻഷോട്ട് വരികയും അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള വിൻഡോ വരികയും ചെയ്യും. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഫയൽ സേവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയലുകളൊക്കെ പ്ലേസിലെ പിക്ചർ എന്നുള്ള ഫോൾഡറിലാണ് ഉണ്ടാവുക. അത് ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഫയലുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ മുഴുവനായിട്ട് എടുത്തതാണ്. വീണ്ടും നമ്മൾ സ്ക്രീൻഷോട്ട് സോഫ്റ്റ്വെയർ തുറന്ന്
എടുത്ത ചിത്രമാണ് ഇത്. രണ്ടാമത് നമ്മൾ ഒരു വിൻഡോ മാത്രം സെലക്ട് ചെയ്ത് ഇമേജ് എടുത്തതാണ്. അതിനുശേഷം ഒരു സെലക്ട് ഏരിയ ഒരു ചിത്രമാക്കി മാറ്റിയതാണ്. ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ സ്ക്രീനിനെയും നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചിത്ര ഫയലുകളാക്കി മാറ്റി യഥേഷ്ടം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ ഇൻ്റർനെറ്റിലെ ഫയലുകളൊക്കെ സെർച്ച് ചെയ്തും മറ്റും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എല്ലാം ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് യഥേഷ്ടം പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഈ സോഫ്റ്റ്വെയർ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇതിനെ നിങ്ങളുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.